കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുക എന്നത് തന്നെ അശ്ലീലമാണ് എന്നാണ് ഞാൻ പറയുക. കാരണം ഒന്ന്, ഒരു 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 സംസ്ഥാനത്ത് ജയിച്ച MLA-മാരില്ല മുഖ്യമന്ത്രിയാവാൻ, അല്ലെങ്കിൽ യോഗ്യരായ ആളുകളില്ല എന്ന് വന്നാൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം. ഇപ്പൊ VD സതീശൻ തോൽക്കുന്നു, രമേശ് ചെന്നിത്തല തോൽക്കുന്നു, അങ്ങനെ കുറെ ആൾ തോറ്റുപോയി നോക്കി ഇലക്ഷന്. ഇവിടെ ആളില്ല, എന്ത് ചെയ്യും? പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ചരിത്രം കേരളത്തിനുണ്ട്. CH ഉദയമേനോൻ 1969 രാജ്യസഭാ മെമ്പറായി വന്ന് കേരളത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഗുണമായിട്ടുണ്ട് അന്ന്. കാരണം CPIക്ക് അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. CPIക്ക് മുഖ്യമന്ത്രി പദം കൊടുത്ത് കരുണാകരൻ പിന്നിൽ നിന്ന് പിന്താങ്ങുകയൊക്കെ ചെയ്തൊരു കാലമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അങ്ങേയറ്റ സമഗ്രമായ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് VD സതീശൻ. കേരളത്തിന്റെ പൊതുമനസ്സ് കോൺഗ്രസ്സുകാരുടെയോ UDF-കാരുടെയോ മാത്രമല്ല, ഇപ്പൊ ഗ്രൂപ്പ് കളിക്കുന്ന കോൺഗ്രസ്സുകാരെ വിട്, ജനങ്ങളുടെ മുന്നിൽ നിന്ന് MLA നിലയ്ക്ക് വോട്ട് മേടിക്കാൻ പോയ MLA-മാർക്കെങ്കിലും അറിയണം, എനിക്ക് സീറ്റ് തന്ന കെ.സിയോടല്ല, എന്നെ ജയിപ്പിച്ച സതീശനോടാണ് താല്പര്യം. അപ്പൊ MLA-മാരുണ്ടോ കൂടെ ഉണ്ടോ, അവര് ജനങ്ങളെ വഞ്ചിച്ച് കെ.സിയുടെ കൂടെ പോകുമെന്നൊന്നും എനിക്കറിയില്ല. പഴയ ഗ്രൂപ്പ് കളിയാണ് കോൺഗ്രസ് തുടങ്ങുന്നതിൽ. പണ്ടാണെങ്കിൽ ഒരു കണക്കുണ്ടായിരുന്നു, ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്ന്. ഇപ്പൊ ഏത് ഗ്രൂപ്പാന്ന് തന്നെ അറിയില്ല. അങ്ങനെ കളിക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ വലിയ ദുരന്തമാവും ഉണ്ടാവുക. ആ ദുരന്തത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ ചോദിച്ച 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വേണ്ടിവരും. ഒരാവശ്യവുമില്ലാതെ ജനങ്ങളുടെ മേൽ ഉപതെരഞ്ഞെടുപ്പ് കെട്ടിയേൽപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെതിരായി ശക്തമായ വികാരം ഉണ്ടാവും. കെ.സിക്ക് ജയിക്കാൻ ഒരു മണ്ഡലം വേണം. ഇപ്പൊ ഇരിക്കൂരാണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഇരിക്കൂർ അദ്ദേഹം മത്സരിക്കുന്നു നോക്കി. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം എന്തായിരിക്കും? ഇത്തവണ UDF-ന് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരോ UDF-കാരോ അല്ലാത്ത കുറെ ജനങ്ങളുണ്ട്. അവരെങ്ങനെയാ അതിനെ പരിഗണിക്കുക? പാർട്ടിയുടെ ശക്തി കേന്ദ്രം. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. പണ്ട് KPCC പ്രസിഡന്റായിരുന്ന K. മുരളീധരനെ വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയി മന്ത്രിയാക്കി വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയി മത്സരിച്ച് തോറ്റൊരു ചരിത്രമുണ്ട് കേരളത്തിൽ. പയ്യന്നൂരിൽ സിറ്റിംഗ് MLA 50,000 വോട്ടുള്ള മണ്ഡലത്തിൽ സിറ്റിംഗ് MLA-യെ തോൽപ്പിച്ച് ഒരു കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാൻ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ കഴിയുമെങ്കിൽ കെ.സി സൂക്ഷിക്കുക. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇരിക്കൂരല്ല, ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ചിലപ്പോൾ ആളുകൾ തിരിച്ചടിക്കും. തോറ്റു കഴിഞ്ഞാൽ കെ.സിയുടെ രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കും. ഒന്ന്, ഈ കഷ്ടിച്ച് ജയിച്ചാലും ഇപ്പൊ സജിക്ക് കിട്ടിയ വോട്ട് അത്രയും ഭൂരിപക്ഷം പോലും കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും കെ.സിക്ക് സംഭവിക്കാൻ പോണേ? പിണറായി വിജയനേക്കാൾ വെറുക്കപ്പെട്ട കഥാപാത്രമായി കെ.സി മാറും. ഒന്ന്. 2, കെ.സി എന്താ സതീശനേക്കാൾ ഏത് നിലയ്ക്കാണ് കെ.സി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കേരളത്തിൽ കാണിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. കുറച്ചു കാലം മന്ത്രിയായിരുന്നു, അതാണ് പോറ്റിയെ കയറ്റിയത് ആ കാലം എന്നൊക്കെ CPM-കാർ പറയണ്ടേ. എനിക്കറിയില്ല പോറ്റിയാണോ ഈറ്റിയാണോ എന്നൊന്നും അറിയില്ല. ഞാനത് വിശ്വസിക്കുന്നുവല്ല. എങ്കിൽ പോലും വേറെ ഏത് തരത്തിലാണ് കേരളത്തിൽ കെ.സി തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്? 5 വർഷമായി തുടർച്ചയായി തികച്ചും വിപരീതമായ നെഗറ്റീവായ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടല്ലേ സതീശൻ പട നയിച്ചത്, പ്ലാൻഡായി പട നയിച്ചത്. അതിൽ കെ.സിയുടെ പങ്കെന്താ? പൈസ സാമ്പത്തിക സമാഹരണം നടത്തി. അങ്ങനെയാണ് ഈ സാമ്പത്തിക സമാഹരണം നടത്താൻ പറ്റുന്ന അംബാനിയെ വിളിച്ചാൽ മതിയല്ലോ. അംബാനി കേരളത്തിൽ എല്ലാ മണ്ഡലത്തിലും ഏതെങ്കിലും സ്ഥാനാർത്ഥി കാശ് കൊടുക്കുന്നൊരു അംബാനി ഒന്ന് മുഖ്യമന്ത്രിയായ പോരെ? അതല്ലല്ലോ ശരി. ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു സാഹചര്യമുണ്ട്. അതെന്താ? ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ കലങ്ങി മറിഞ്ഞ ഒരു ആലപ്പുഴയാണ് ഉള്ളത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് കിട്ടി എന്നുള്ളതൊക്കെ ശരി. അതൊന്നും ഒരു വോട്ട് മുറച്ചതായിട്ട് ആരും കണക്കാക്കണ്ട. പിണറായി വിജയനെതിരായ ശക്തമായ വികാരത്തിലാണ് ഈ വോട്ട് വന്നത്. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ആ വികാരം ഉണ്ടാവില്ല. കേരളത്തിൽ അങ്ങനെയാണ്. ആ വികാരമൊക്കെ പൊങ്ങി. പിണറായിക്ക് എന്താ പ്രസക്തി? എന്തിന് കെ.സി രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? മുഖ്യമന്ത്രിയായ കെ.സിക്ക് ഇവിടെ ഒന്ന് പ്രചരണം നടത്തി ആലപ്പുഴ ജയിക്കാന്ന് ഉറപ്പുണ്ട്? എനിക്ക് യാതൊരു ഉറപ്പില്ല. മറ്റൊരു സവിശേഷമായ സാഹചര്യമുണ്ട്. CPM തകർന്നു നിൽക്കുന്നു. CPM-ന്റെ കാഡർ വോട്ടുകളിൽ പോലും BJP കടന്നു കയറുന്നു. ലോക്സഭയിൽ 2,99,000 ഏതാണ്ട് 3 ലക്ഷം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ജോർജ് കുര്യനെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ജോർജ് കുര്യനും കൂടെയോ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ട്. അവർക്ക് മന്ത്രിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 6 മാസത്തിനകത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് വരും. 6 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പിൽ ശോഭ
കേന്ദ്രമന്ത്രിയായി ശോഭ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരികയും CPM തകർന്നിരിക്കുകയും വലിയ ശക്തമായ ജനവികാരം ഈ ഉപതെരഞ്ഞെടുപ്പിനെതിരായി വരികയും ചെയ്താൽ ഒരു സംശയവും വേണ്ട, ആലപ്പുഴ അങ്ങനെ സേഫ് സീറ്റൊന്നുമല്ല. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ അതോടുകൂടി KCയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഒരു സംശയവും വേണ്ട, രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. BJP ജയിക്കണമെന്ന് എനിക്ക് ഒട്ടുമില്ല. BJP ജയിക്കാതിരിക്കാൻ ഞാൻ പരമാവധി നമ്മളെല്ലാം ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ജനം തീരുമാനിക്കും ഈ വൃത്തികെട്ടവൻ എന്തിനാ ഇവിടെ ഒന്നും ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. KCക്ക് ഇന്ന് 2029 വരെ കാത്തുക്കൂ. ഇപ്പൊ PSC ചെയർമാനാണ് അദ്ദേഹം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയുടെ ഏതാണ്ട് പദവിയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ആ PSCയുടെ ചെയർമാനായി ഇന്ന് ചെയ്യാവുന്ന നല്ല കാര്യം ചെയ്തിട്ട് 2 വർഷം ഇവിടെ കഴിയട്ടെ. ഇവിടെ അങ്ങനെ KCയുടെ ഒരു ആവശ്യം വരികയാണെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC മത്സരിക്കാതെ അന്ന് വേണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയൊക്കെ ആവാലോ. അതാണോ UDF അങ്ങനെ വല്ലാതെ മോശമാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിലും ആവാലോ. BJPക്ക് ലോക്സഭയിൽ ഒരു സീറ്റ്, കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കൂടി കൂട്ടിക്കൊടുക്കാൻ ആലോചിക്കുക. 3 MLA അസംബ്ലിയിൽ വരികയാണ് BJPയുടെ KCക്കെതിരായി. അതാവാം. KCക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ചീത്തപ്പേരുണ്ട്. എന്താ? രാജ്യസഭയിൽ KCയുടെ സ്ഥാനമൊഴിഞ്ഞ് ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ കുറച്ച് മാസങ്ങളേ ഉള്ളൂ, എങ്കിൽ കൂടിയും ഒരു രാജ്യസഭ MPയെ അവർക്ക് സംഭാവന ചെയ്തു BJPക്ക്. അത് ആളുകൾ അത്ര ഗവനിച്ചില്ല, കാരണം അത് വേറൊരു ഇലക്ഷന്റെ മൂഡായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സാധനമൊക്കെ ഇപ്പൊ വരും. കാരണം ഇപ്പോഴുള്ള അറ്റ്മോസ്ഫിയർ അല്ല KC മുഖ്യമന്ത്രിയായി വന്ന് കെട്ടിയിറക്കിയ മുഖ്യമന്ത്രിയാവുക. ഇനി KCയോട് വളരെ ലളിതമായി എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ MP മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എത്ര പേര് മത്സരിക്കാൻ തയ്യാറായിരുന്നു? K. സുധാകരൻ തയ്യാറായിരുന്നു, MK രാഘവൻ തയ്യാറായിരുന്നു, ഞങ്ങളൊക്കെ ആകുന്നത് ബെന്നി ബെഹനാന് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഭരണം കിട്ടുമെന്ന് ഏതാണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ അടൂർ പ്രകാശ് അവസാന വട്ടം വരെ പിടികൂടി, ഇപ്പൊ മന്ത്രിയാവല്ലോ. ഇവരാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച എന്തുകൊണ്ടാ? അതാരാ തീരുമാനിച്ചേ? ഹൈക്കമാൻഡ്. ആരാ ഈ ഹൈക്കമാൻഡ്? ഖാർഗെ ഉണ്ട്, പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ട്. മൂന്നാമത്തെ പേരാരാ? KC വേണുഗോപാൽ. മൂന്നാമത്തെ പേര് KC വേണുഗോപാലാ. KC വേണുഗോപാലാണ് തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ ആ KCക്ക് ആ തീരുമാനം മാറ്റി വന്നാൽ ബാക്കി MLA അങ്ങനെ തീരുമാനിച്ചാലോ, MP തീരുമാനിച്ചാലോ? ചിലപ്പോ MK രാഘവൻ പറഞ്ഞാൽ രാജിവെക്കുന്ന വേറെ MLA ഉണ്ടാവും. അടൂർ പ്രകാശ് പറഞ്ഞാൽ രാജിവെക്കുന്ന MLA ഉണ്ടാവും. ഭാഗ്യത്തിന് കോന്നിയിലെ MLA ചിലപ്പോ ഇപ്പൊ ജിനീഷ് കുമാർ ആയതുകൊണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടും. വേറെ ഏതെങ്കിലും MLA രാജിവെച്ചു കൊടുക്കും അടൂർ പ്രകാശിന് വേണ്ടി. അങ്ങനെ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടപ്പൊരിച്ചിൽ. എന്തിന്? ഒരാൾ മരിച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. അതല്ലല്ലോ. സർക്കാരിന്റെ കാശ്, നാട്ടുകാരുടെ കാശ്, പാർട്ടിക്കാരുടെ കാശ്, ജനങ്ങളുടെ ബുദ്ധിമുട്ട്. എന്റെ അധികാരമോഹം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് KCക്ക് നല്ല പേരല്ല ഉണ്ടാവുക. അത് രാഷ്ട്രീയ അശ്ലീലമായിട്ടാണ് കേരളം പരിഗണിക്കുക. ഇപ്പോൾ UDFന് കിട്ടിയിട്ടുള്ള മുഴുവൻ അപ്പർ ഹാൻഡും ഒറ്റ തീരുമാനം കൊണ്ട് അട്ടിമറിക്കാൻ കഴിയും. പിണറായിയുടെ എല്ലാ ദോഷവും ഇതോടുകൂടി തീരും. പിണറായി പാപമുക്തനാവും. അതുകൊണ്ട് എന്താ ഗുണം? UDFന് ഒരു കാര്യവും വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. KCന് എത്ര അത്ഭുതം സൃഷ്ടിച്ചാലും, വലിയ അഡ്മിനിസ്ട്രേറ്റിംഗ് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, സൃഷ്ടിച്ചാലും നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ KC വരാതിരിക്കുന്നതാണ് ബുദ്ധി. അതിന്റെ വലിയ റിസ്ക് ഉണ്ട്. റിസ്ക് വളരെ കൂടുതലാണ്, പ്രോഫിറ്റ് വളരെ കുറവാണ്. റിസ്ക് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ ബെനിഫിറ്റ് ഒന്നുമില്ല, ബെനിഫിറ്റ് ചെയ്ത പേര് മാത്രമേ ഉള്ളൂ. റിസ്ക് വളരെ കൂടുതലാണ്. അത് കേരളത്തിലെ UDFന്റെ രാഷ്ട്രീയം വലിയ തോതിൽ ഇടിച്ചു താഴ്ത്തും. പൊതുസമൂഹത്തിന്റെ പിന്തുണ KC ഇപ്പൊ വരുന്നതിനോടില്ല. KC നേരത്തെ ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ ആരും ചോദിക്കില്ല. KC ഉണ്ട്, സതീശനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആളില്ലാത്ത മാതിരി KC വന്നിറങ്ങിയാൽ കോൺഗ്രസ് ഓർക്കുക, കോൺഗ്രസിനെ പറ്റിയ പല അബദ്ധങ്ങളുമുണ്ട്. സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന യുവാവായ രാജസ്ഥാനിലെ നേതാവിനെ വെട്ടിമാറ്റി എന്തോ കണക്കൊക്കെ പറഞ്ഞ് MLA പിന്തുണ എന്നൊക്കെ പറഞ്ഞ് അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്നിട്ട് പിന്നെ രാജസ്ഥാനിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിൽ എവിടെയാണ് എന്താണ് ചെയ്തത്? ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രിയാണ്, വിഡിത്തം പറയുന്ന മന്ത്രിയാണ്. എന്നാലും അതുപോലെ ഹിമാചൽ പ്രദേശിൽ. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ഇത് കേരളമാണ്, മറ്റുള്ള സ്ഥലത്തേക്കാൾ അപകടകരമാണ് കേരളം. ജനങ്ങൾ ഏത് നിമിഷവും മാറി ചിന്തിക്കാൻ ശേഷിയുള്ള
ഒരു ജനതയുള്ള കേരളമാണ്. അതാ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 50,000 വോട്ട് ഭൂരിപക്ഷമുള്ള ഉണ്ടായിരുന്ന പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി പാർട്ടിക്കാർ വോട്ട് ചെയ്ത് കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ച കേരളത്തിലേക്ക് വളരെ സൂക്ഷിച്ചേ കെ സി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാവൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.